തഴവ പുലിമുഖത്ത് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് പുലിമുഖം ഗോസേവാ സമിതിയുടെ നേതൃത്വത്തിൽ സമർപ്പണ സമ്മേളനവും അഗ്നിഹോത്രവും നടത്തി. തഴവ പുലിമുഖത്ത് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലാണ് മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി ഗോസേവാ സമിതിയുടെ നേതൃത്വത്തിൽ സമർപ്പണ സമ്മേളനവും അഗ്നിഹോത്രവും നടത്തിയത്. ഗോസേവ പ്രാന്ത സംയോജകർ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പശുക്കൾ പൊതുവെ വലിപ്പം കുറവായിരുന്നു, മറ്റു സംസ്ഥാനത്തിലൊക്കെ അത് കൂടുതൽ. ഞാൻ ആ വിഷയങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നില്ല, കാര്യം ഞാൻ ഉദ്ഘാടകനാണ്. ഗോവൻ ആ കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയും. അപ്പൊ അതാണ് നമ്മുടെ നാട്ടില് പിന്നീട് 1960 ശേഷം, അല്ല 1960 ശേഷം 2009-10 കാലഘട്ടത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ ആ മാറ്റം വന്നത് വെറുതെ ഇതേപോലുള്ള ആളുകൾ ധാരാളം ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇത് ഒരു സംഘടനാ പ്രവർത്തനമൊന്നുമല്ല, ഇതൊരു സാമാജിക പ്രവർത്തനമാണ്. ഇതില് ആണെന്നില്ല, പെണ്ണെന്നില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇതിന്റെ ഒരു ശിബിരം മായന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂരിനും പാലക്കാട്, തൃശ്ശൂർ ജില്ല പാലക്കാടിന്റെ ബോർഡർ, അവിടെ വെച്ചിട്ട് അവിടെ നമ്മുടെ ഒരു ബാലികാസദനം നടന്നു. ബാലികാസദനം സാമാന്യം ഭേദപ്പെട്ട് നടക്കുന്ന ബാലികാസദനം. മാതൃസമിതി സെക്രട്ടറി ഉഷയമ്മാൾ അധ്യക്ഷത വഹിച്ചു. ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി ബാബു ഗോസേവയുടെ വിശദീകരണം നിർവഹിച്ചു. അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ജീവേഷ് പ്രസന്നാലയം ആദ്യ വിപണനം നിർവഹിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് മോഹനപിള്ള ഉൽപ്പന്നം ഏറ്റുവാങ്ങി. വിപിൻ മുക്കേൽ, സിംല ത്രിദീപ്, ശ്യാമ വിജു, സുശീലാമ സൗപർണിക, ഹരീഷ് കോട്ടിലേത്ത് കിഴക്കതൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.